ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർമ്മനിയിലെ പ്രശസ്തമായ പകുതി മരവീടുകളെയാണ്. ഇതിന് ഫാഹ് വെർക്ക് ഹോയ്സർ അല്ലെങ്കിൽ ഹാഫ് ടിമ്പേർഡ് ഹൗസസ് എന്ന് പറയാം. വീട് നിർമ്മാണത്തിന് കല്ലുകൾ അത്ര ലഭ്യമല്ലാതിരുന്ന ഒരു സമയത്ത് 13-ാം നൂറ്റാണ്ട് മുതൽക്കാണ് ഇത്തരം വീടുകൾ പോപ്പുലറായത്. വീടിനകത്തും പുറത്തും മരത്തടികൾ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീടുകളുടെ പ്രത്യേകത. വളരെ സ്ട്രോങ് ആയ ഓക്ക് മരത്തിൻ്റെയോ പൈൻ മരത്തിൻ്റെയോ ഫിർ മരത്തിൻ്റെയോ തടികൾ ചട്ടക്കൂടായി വീടിന് ബലം കൊടുത്ത് നെടുകയും കുറുകയും കമ്പുകൾ വെച്ച് അതിനിടയിൽ വൈക്കോലും കളിമണ്ണും ചുണ്ണാമ്പ് കല്ലും ചേർത്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ വീടുകൾ ഭൂകമ്പത്തെ പോലും അതിജീവിക്കുമത്രേ. അകത്തും പുറത്തും ഭിത്തിക്ക് പകരം മരപ്പലകകൾ വെച്ച് അതിൻ്റെ മുകളിൽ മണലും ചുണ്ണാമ്പുകല്ലും വെച്ചാണ് തേക്കുന്നത്. സിമൻറ്റ് ഇവിടെ തീരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുമാത്രമല്ല, സ്ക്രൂവോ ആണിയോ ഇതിൽ ഉപയോഗിക്കുന്നില്ല. അതിനു പകരം മരത്തിൻ്റെ ആണികൾ കൊണ്ടാണ് ഇതെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത്. 500-600 വർഷം പഴക്കമുള്ള മനോഹരമായ ചരിത്ര പ്രാധാന്യമുള്ള ഇത്തരം കെട്ടിടങ്ങൾ യുനെസ്കോയുടെ സാംസ്കാരിക സമ്പത്തിൽ ഉള്ള ലിസ്റ്റിൽ പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. നൂറ്റാണ്ടുകൾ അതിജീവിക്കുന്ന ഇത്തരം കെട്ടിടങ്ങൾ ഗുണനിലവാരമുള്ളതാണെങ്കിൽ അവയെ ഇതുപോലെ തന്നെ പുറത്തുനിന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും സംരക്ഷിക്കാനും, എന്നാൽ അകത്ത് നിന്ന് അവിടെ ജീവിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്ക് ആവശ്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും ഗവൺമെൻറ് അനുമതി നൽകുന്നു. ഇത്തരം മരവീടുകൾ നമുക്ക് ഇംഗ്ലണ്ടിലും സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ബെൽജിയം, സ്കോട്ട്ലൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും കാണാം. ജർമ്മൻകാർ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമെല്ലാം മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഈ വീട് പണിയുന്ന രീതിയും അവരുടെ കൂട്ടത്തിൽ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ വർണ്ണങ്ങളിലും ഡിസൈനിലുമുള്ള ഇത്തരം വീടുകൾ അനേകായിരം വിനോദസഞ്ചാരികളെ ജർമ്മനിയിലെ സിറ്റികളിലേക്ക് ആകർഷിക്കുന്നു. ജർമ്മനിയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ 21 സിറ്റികളിലായി 1900 കിലോമീറ്റർ നീളത്തിൽ ഇതുപോലെ മനോഹരമായ മരവീടുകൾ വിവിധ നിറങ്ങളിലും വിവിധ ഡിസൈനിലും കാണാം. ഇങ്ങനെയുള്ള നൂറ്റാണ്ടുകൾ അതിജീവിച്ച ഓരോ വീടുകൾക്കും എത്രയധികം കഥകൾ പറയാനുണ്ടാകും. ഏറെ വൈവിധ്യം നിറഞ്ഞ മനോഹരമായ ഈ വീടുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. ഹോട്ടലായോ റെസ്റ്റോറൻ്റായോ കിൻഡർ ഗാർട്ടനോ താമസ സ്ഥലമോ വാടക വീടായോ മ്യൂസിയത്തിനു വേണ്ടിയോ അങ്ങനെ പലതും. ഇത്ര ദീർഘായുസ്സുള്ള വീടുകളിൽ നമ്മൾ മനുഷ്യർ വെറും സന്ദർശകർ